ചാത്തൻ ലോക മൂവിയിലെ ടോവിനോ തോമസ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ശക്തമായ കഥാപാത്രമാണ് ചാത്തൻ. നിങ്ങൾ ഉത്തര മലബാർ വരികയാണെങ്കിൽ, അതായത് കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ വരികയാണെങ്കിൽ ഈ ചാത്തന തെയ്യക്കോലമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഈ ചാത്തന്റെ പിറകിൽ മനോഹരമായ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. പണ്ട് ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറി ഭൂമിയിൽ വന്നപ്പോൾ അവർക്ക് ജനിച്ച പുത്രനാണ് കുട്ടിച്ചാത്തൻ അഥവാ ചാത്തൻ. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന കാളകാട്ടിലത്തെ നമ്പൂതിരിയെ ഈ കുട്ടിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ കുട്ടിച്ചാത്തനെ കാളകാട്ടിലത്തെ നമ്പൂതിരിയും ഭാര്യയും ചേർന്ന് വളർത്തുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു. വളർന്നു വരുന്ന ഈ കുട്ടി ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. കാളകാട്ടിലത്തെ കന്നുകാലികളെ മേയിച്ചിരുന്നത് കുട്ടിച്ചാത്തനായിരുന്നു. അങ്ങനെ കന്നുകാലികളെ മേയ്ക്കുന്നതിനിടയിൽ ഒരു ദിവസം കുട്ടിച്ചാത്തൻ ഒരു കാളയെ അറുത്ത് അതിന്റെ ചോര കുടിക്കുന്നു. ഇതറിഞ്ഞ കാളക്കാട്ടിലത്തെ നമ്പൂതിരി ക്ഷുഭിതനാവുകയും കുട്ടിച്ചാത്തനെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇല്ലത്തെ അമ്മയുടെ ഏഷണി കൊണ്ടാണ് നമ്പൂതിരി തന്നെ ശിക്ഷിച്ചത് എന്ന് വിചാരിച്ച കുട്ടിച്ചാത്തൻ അമ്മയ്ക്ക് നേരെ ഒരു കല്ലെറിയുന്നു. ഈ ഒരു പ്രവൃത്തിയിൽ വളരെ ക്ഷുഭിതനായ ഇല്ലത്തെ നമ്പൂതിരി കുട്ടിച്ചാത്തനെ വെട്ടി 390 കഷ്ണങ്ങളാക്കി ഹോമകുണ്ടങ്ങളിലേക്ക് അർപ്പിക്കുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഈ ഹോമകുണ്ടങ്ങളിൽ നിന്ന് ഒട്ടനവധി ചാത്തന്മാരുണ്ടാവുകയും കാളകാട്ടിലവും പരിസരത്തുള്ള മറ്റ് ഇല്ലങ്ങളും ഈ ചാത്തന്മാർ ചേർന്ന് ചുട്ടുകരിച്ചു. അങ്ങനെ ആ നാട് മുഴുവൻ ഉപദ്രവകാരികളായി മാറി ഈ ചാത്തന്മാർ. അങ്ങനെ ഉപദ്രവകാരിയായി മാറിയ ചാത്തന്റെ കോപമടക്കാൻ വേണ്ടിയാണ് തെയ്യക്കോലം കെട്ടി ആരാധിക്കുന്നത്. കുട്ടിച്ചാത്തൻ വളർന്നു വന്ന ഈ ഇല്ലം നിങ്ങൾക്ക് ഇന്നും കാണാൻ സാധിക്കും. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാളക്കാട്ടിലം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും ജനുവരിയിലാണ് കാളകാട്ടിലത്തെ കളിയാട്ട മഹോത്സവം നടക്കാറുള്ളത്. കരിങ്കുട്ടി ശാസ്ത്രപ്പൻ ഉൾപ്പെടെ ഒട്ടനവധി തെയ്യക്കോലങ്ങൾ ഇവിടെ കളിയാട്ടത്തോടനുബന്ധിച്ചിട്ട് കെട്ടിയാടിക്കാറുണ്ട്. അപ്പോൾ പുതിയ തെയ്യക്കഥകളും ഇതുപോലുള്ള യാത്രാ വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.